ഭവന നിർമ്മാണത്തിന് ഊന്നൽ നൽകി മണലൂർ പഞ്ചായത്ത് ബജറ്റ്. മണലൂർ ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റ് പ്രസിഡന്റ് സിജി മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പി.കെ. ചന്ദ്രൻ അവതരിപ്പിച്ചു. 49.06 കോടി രൂപ വരവും 43.77 കോടി രൂപ ചെലവും 5.29 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. അടിസ്ഥാന മേഖലയുടെ വികസനത്തിനായി 3 കോടിയും ഭവന നിർമ്മാണത്തിനായി 3.5 കോടി രൂപയും മാലിന്യ പരിപാലനം ക്രിമിറ്റോറിയം നവീകരണത്തിന് 81.30 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക ഉൽപാദന മേഖലയിൽ 4.38 കോടി രൂപയും സേവന മേഖലയ്ക്ക് 12.96 കോടി രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 5.61 കോടിയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. പട്ടികജാതി മേഖലയുടെ വികസനത്തിനായി 1.70 കോടി രൂപയും വകയിരുത്തി. ചർച്ചയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വസന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ.പി. സന്ദീപ്, സലീജ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി.കെ. കൃഷ്ണൻ, കാവ്യ പ്രശോഭ്, കെ.കെ. പ്രകാശൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീബ സന്തോഷ്, വി. സജീന്ദ്രൻ, വിലാസിനി വേണുഗോപാലൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി.എൻ. സുർജിത്ത്, എം.ആർ. മോഹനൻ, സാജൻ മുടവങ്ങാട്ടിൽ എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 26-27 വർഷത്തെ ബഡ്ജറ്റിൽ ഉൽപാദന മേഖലയ്ക്ക് 4,48,437 രൂപയും സേവന മേഖലയ്ക്ക് ഭവന നിർമ്മാണം, ദരിദ്ര ലഘൂകരണം ഉൾപ്പെടെ 12,96,51,350 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് കുടിവെള്ളം, അടിസ്ഥാന വികസനം ഉൾപ്പെടെ 5,61,79,924 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് PMY ഭവന പദ്ധതി, ഭവനം വാസയോഗ്യമാക്കൽ, ആശ്രയ പദ്ധതി, ഭവന പദ്ധതി, ലോൺ തിരിച്ചടവ് എന്നിവ ഉൾപ്പെടെ പാർപ്പിട മേഖലയ്ക്ക് ആകെ 3,50 ലക്ഷം രൂപയും വകയിരുത്തിയിരിക്കുന്നു. കാർഷിക മേഖലയ്ക്ക് 94,76,637 രൂപയും മൃഗസംരക്ഷണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി 16,28,400 രൂപയും വകയിരുത്തിയിരിക്കുന്നു.